നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. വിറ്റമിൻ ഇ വളരെ നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഫാറ്റുകൾ, കൊഴുപ്പുകൾ, നെയ്യ് പോലെയുള്ള അല്ലെങ്കിൽ ഒലിവ് ഓയില്, കോക്കനട്ട് ഓയില്, വെളിച്ചെണ്ണ ഒക്കെ വളരെ നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. ഈ പറയുന്ന ടോക്സിൻസിനെ എല്ലാം തടയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ധാരാളം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ എവിടുന്നാണോ ഇത് ഉത്ഭവിക്കുന്നത്, ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബോഡീസ് ഉത്ഭവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടെ ഉണ്ടാകുന്ന ഏറ്റക്കുറവുകളാണ്. നല്ല ബാക്ടീരിയ കുറയുകയും മോശമായ ബാക്ടീരിയ കൂടുന്നതും കാരണം ഈ മോശമായ ബാക്ടീരിയയിൽ നിന്നും വരുന്ന പലതരം വേസ്റ്റുകളുണ്ട്. ആ ഒരു ടോക്സിൻസ് കാരണം നമ്മുടെ ശരീരം ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഒരു എല്ലാറ്റിനെയും സംശയിക്കുന്ന രീതിയിലോട്ട് മാറുകയാണ്. ആര് വന്നാലും അവനെ നശിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മുടെ ശരീരം പോവുകയാണ്. കാരണം അത്രത്തോളം ടോക്സിൻസ് ഈ മോശമായ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഡെപ്തിലോട്ട് ഞാൻ പോകുന്നില്ല, എന്നാലും ഇതൊക്കെയാണ് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ പിന്നെ തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ടെൻഷൻ അടി കൂടുതലുള്ളവരാണെങ്കിൽ കോർട്ടിസോൾ വളരെ ഹൈ ആയിരിക്കും. പിന്നെ അത് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് തൈറോയിഡ്, ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോണിനെ ശരീരം എടുക്കുന്നതിൽ നിന്നും തടയും. അതേപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നതിൽ നിന്നും അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പ്രാക്ടിക്കൽ ആയുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്ക് പല വിഷമങ്ങൾ ഉണ്ടാകും, ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും പറ്റുന്നിടത്തോളം നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ വെക്കാൻ അങ്ങനെ സാധിക്കാത്തവരാണെങ്കിൽ നാച്ചുറൽ ആയുള്ള ഒരു ആന്റി സ്ട്രെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതലായുള്ള കോർട്ടിസോളിനെ അടക്കി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നാച്ചുറൽ ആയുള്ള ഒരു, അതിപ്പോ ടാബ്ലറ്റ് രൂപത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കൂടുതൽ കഴിക്കരുത്. അതൊരു 2 ആഴ്ച ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഡോസേജിൽ മാത്രം കഴിക്കാൻ പാടുള്ളൂ. കാരണം കോർട്ടിസോൾ തീരെ കുറഞ്ഞു പോയാലും ശരീരത്തിൽ അല്ലെങ്കിൽ മാനസികമായ ഒരു ഉന്മേഷം ഇല്ലാതായി പോകും. ലൈഫിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോലെയാകും. നമുക്കെപ്പോഴും ഇപ്പൊ ഒരു നല്ല ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാവുമല്ലോ. നമുക്ക് ഇത് ചെയ്യണം, അടുത്തിത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇനിയും നമുക്ക് നന്നായി ജോലി എടുത്ത് കറക്റ്റായി നമ്മുടെ കുടുംബത്തിനൊക്കെ നോക്കി ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അത് തീരെ ഇല്ലാതായി പോകും. അതിന്റെ ഒരു ഓപ്റ്റിമം ലെവലിലുള്ള ഒരു സാധനമാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ തീരെ ഇല്ലാതായി കഴിഞ്ഞാല് എന്താകും, നമുക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി പോകും. ശരി, ലൈഫിനോട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി പോകും. അപ്പോ അശ്വഗന്ധ എന്ന് പറയുന്നത് അതിന്റെ മോഡറേഷനിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. Hi, I'm Zach, and this is Nick, and today we're going to show you a complete guide to fixing anyone's shoulder, okay, for rehab. Also, it's going to be for injury prevention as well. എന്ന് പറയുന്നത് എത്രത്തോളം നല്ലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അതേപോലെ തന്നെയാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അതിന്റെ യൂസേജ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നിർവീര്യമായി ഒഴിപ്പിച്ച് കളയണം. അതിനെ ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്, വെറുതെ ഇങ്ങനെ കെട്ടിക്കെടുക്കുന്ന ഈസ്ട്രജൻ ഉണ്ടെങ്കിൽ പലയിടത്തും പോയി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ, സ്തനത്തിൽ വരുന്ന ക്യാൻസറിന്റെ ഏറ്റവും നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നുള്ള റേഡിയേഷനോ അല്ലെങ്കിൽ പിന്നെ വിഷം കുത്തിവെച്ചിട്ടുള്ള പച്ചക്കറികളോ ഒന്നുമല്ല. നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന വളരെ നല്ല ഹോർമോണാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ നമ്പർ 1 വില്ലൻ എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഫ്രീ ഫ്ലോയിങ് ഈസ്ട്രജൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു എഫിനിറ്റി ഉണ്ട്, ബ്രസ്റ്റിനോട് ഒരു എഫിനിറ്റി ഉണ്ട്, അത് നേരെ അങ്ങോട്ട് പോകും. ഇപ്പോ പുരുഷന്മാരിൽ പോലും സ്തന വളർച്ച നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന, മുഴകൾ ഉണ്ടാക്കുന്ന, അൺകൺട്രോൾഡ് ഗ്രോത്തുകൾ ഉണ്ടാക്കുന്ന, പെട്ടെന്ന് ഒരു കൺട്രോൾ ഇല്ലാതെ വളർച്ചകൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ക്യാൻസർ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് ഈസ്ട്രജൻ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ഹോർമോണിനായിട്ട് ബൈൻഡ് ചെയ്യും. തൈറോയിഡ് ഹോർമോണിനായിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം തൈറോയിഡിന് ശരീരത്തിന് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ ഇതിന്റെ ഈസ്ട്രജനും തൈറോയിഡ് ഹോർമോണും നല്ലൊരു പിന്നെ ബൈൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ ശരീരത്തിന് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോ എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കിയാൽ, അപ്പോ അതിനുള്ളൊരു വലിയ പരിഹാരമാണ് നമ്മൾ ക്യാബേജ്, അതേപോലെ കോളിഫ്ലവർ
എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ക്യാബേജ് കഴിക്കാൻ പാടില്ല, തൈറോയിഡ് ഉള്ളവർ ക്യാബേജ് കഴിക്കാൻ പാടില്ല, കോളിഫ്ലവർ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയാറില്ലേ. അത് തെറ്റായ ഒരു ധാരണയാണ്. റോ ആയി കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കഴിക്കാൻ പാടില്ല. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈസ്ട്രജൻസിനെല്ലാം തന്നെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വാട്ടർ സോളിബിൾ ആക്കിയിട്ട് ശരീരത്തിൽ നിന്നും ഒഴിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ക്യാബേജ്, ബ്രോക്കലി, പിന്നെ ഈ പറയുന്ന സ്പിനച്ച് അല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ഇതിൽ പെട്ട കാര്യങ്ങളാണ്, വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ തൈറോയിഡിന് ഈസ്ട്രോജൻ കൂടുതലുള്ള തൈറോയിഡ് ആണെങ്കിൽ തീർച്ചയായും സഹായിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന റോ ഇൻഗ്രീഡിയൻസ് സെലീനിയം, സിങ്ക്, മഗ്നീഷ്യം, അതേപോലെ അയോഡിൻ ഒക്കെ കുറവാണെങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുവാനുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് കൂടുതലും വെജിറ്റേറിയൻസിനൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. അതുമല്ലാതെ നമ്മുടെ ശരീരത്തില് പിന്നെ നമ്മള് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലും കൂടുതലും ചോറ്, അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ ഈ പറയുന്ന മിനറൽസ് ഒക്കെ നന്നായി ഡിപ്ലീറ്റ് ആവുകയും അത് കാരണം അതിന്റെ ഒരു ഷോർട്ടേജ് വരികയും സാധാരണ തന്നെയാണ്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പോലെ സീ ഫുഡ് കഴിക്കുന്നത്. നാച്ചുറലായി കഴിക്കുകയാണെങ്കിൽ സീ ഫുഡിൽ ധാരാളമായിട്ട് കിട്ടാവുന്നതാണ്. ഒരു 100 ഗ്രാം നമ്മള് ഷെൽഫിഷുകൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ശരീരത്തിന് വേണ്ട ഒരു കറക്റ്റ് തോതിൽ എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അയോഡിൻ ആണെങ്കിലും ശരി, സിങ്ക്, സെലീനിയം, പിന്നെ മഗ്നീഷ്യം ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ T4 നിന്നും T3 ഉള്ള കൺവേർഷൻ നടക്കുന്നില്ല. കാരണം അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്. ഈ ഒരു കൺവേർഷൻ ലിവറിൽ വെച്ചാണ് നടക്കുന്നത്. ഫാറ്റി ലിവറിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് അറിയുന്നതാണല്ലോ. ഷുഗർ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അന്നജം കഴിക്കുന്നത് കൂടുതലാണെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള ഏറ്റവും വലിയ ഒരു റീസൺ ആണ് അതിനുള്ളത്. പിന്നെ ഉള്ളത് ബൈൽ, പിത്തം എന്ന് പറയുന്നതാണ് ലിവറിൽ വെച്ച് ഈ ഒരു കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്നത് T4 നിന്നും T3. അപ്പോ ആ പിത്തം പോലും അതിന്റെ കറക്റ്റ് കോൺസെൻട്രേഷനിൽ വരണമെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ടാകണം, ബൈൽ സോൾട്സ് ഉണ്ടാകണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട്, തിയറിറ്റിക്കലി അത് എളുപ്പമാണെങ്കിൽ കൂടെ നമ്മളത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഒരു 2 മാസം 3 മാസം എടുക്കും. കാരണം എന്താണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൂടെ ശരീരത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ തൈറോയിഡ് ഹോർമോണ് ഇങ്ങനെ ബാധിച്ചു കിടക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് ശരീരം എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഈ ഡയറ്റ് ചെയ്യുന്നവരിൽ തൈറോയിഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അവർ ചെയ്യാറുള്ളത്. അവർക്കൊരു പ്രത്യേക പിന്നെ ഒരു എഫേർട്ടിനെ ഒന്ന് പ്രത്യേകം അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം അത്രയും കഷ്ടപ്പെട്ട് മാനസികമായി പോലും ഭയങ്കരമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലൂടെയാണ് എന്നാലും അവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഡയറ്റ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തുണ്ടാകുന്നത്, നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോ ബാക്കിയുള്ളവർക്ക് ഒരു മാസത്തില് 4 കിലോ കുറയുന്നുണ്ട്, 6 കിലോ കുറയുന്നുണ്ട്, 9 കിലോ കുറയുന്നുണ്ട്, അങ്ങനെയൊക്കെ കണ്ട് കൊതിച്ചിരിക്കുന്നവരാണ് ഇവര്. അപ്പോ എനിക്ക് അവരോട് പറയാനുള്ളത്, പേടിക്കണ്ട, പിന്നെ വിഷമിക്കണ്ട. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷെ ശരീരത്തിന് അതിൻ്റെതായ ടൈം കൊടുക്കണം. എന്തായാലും ഈ തരത്തിലുള്ള ഡയറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും തൈറോയിഡിന് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മെഡിസിൻസും കഴിക്കുകയാണെങ്കിൽ, മെഡിസിൻസ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, സപ്ലിമെന്റ്സ് തന്നെയാണ്. കൂടുതലും സപ്ലിമെന്റ്സ് ആണ്, ആന്റി ഓക്സിഡൻസ് ആണ്, നാച്ചുറൽ ആയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു സപ്പോർട്ടാണ്. ഈ പറയുന്ന ഒരു ചിലപ്പോൾ 4 മാസം അല്ലെങ്കിൽ 6 മാസം എടുത്ത് ശരിയാവേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഒരു 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1.5 മാസം കൊണ്ടോ ഒക്കെ ശരിയായിന്ന് വരാം. അപ്പോ പക്ഷെ ഒരു കറക്റ്റായ ഒരു പാതയിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഡെസ്റ്റിനേഷൻ എത്തും എന്നുള്ളത് തീർച്ചയാണ്, അതില് സംശയമില്ല. അപ്പോ അത്രേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞൊക്കെയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ ഒക്കെ ചോദിക്കാവുന്നതാണ്.
ഡോക്ടർ ഗുഡ് ഈവനിങ്. ഞാൻ സംസാരിച്ചോട്ടെ? ഗുഡ് ഈവനിങ് സർ, പറഞ്ഞോളൂ സർ. ഞാൻ 35 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഓക്കെ സർ. അപ്പൊ ഞാൻ ഇത്രയും ഇത് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 40 യൂണിറ്റ് ആയിരുന്നു നൈറ്റ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ സർ. രാവിലെ 40 എടുത്തോണ്ടിരുന്നത്. ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ നൈറ്റ് 10 യൂണിറ്റും രാവിലെ 10 യൂണിറ്റ് എടുത്താൽ മതി. കാരണം ആ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് പ്രകാരമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് 79 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്നലെ വെയിറ്റ് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ അത് 73 കിലോ ആയി. 73 കിലോ. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നതെല്ലാം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഡയറ്റ് അതേമാതിരി തന്നെ ഫോളോ ചെയ്തു പോകുന്ന വ്യക്തി. വെജിറ്റബിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് പയർ വർഗ്ഗങ്ങൾ കഴിക്കും, കുറച്ച് ചിക്കൻ്റെ പീസ് കഴിക്കും, അല്ലെങ്കിൽ മത്തി വേവിച്ചതിന്റെ 2 പീസ് അല്ലെങ്കിൽ 3 പീസ് കഴിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന മാതിരി 1 ഗ്ലാസ് പാല് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കും. ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് 14 hours ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അവിടെ വരുന്ന ബുദ്ധിമുട്ട്? എന്താണ്? അതായത് കാലത്ത് ഞാൻ 7 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുന്ന 7:30 ആവും, രാത്രി 7:30 ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിന്നർ കഴിക്കാനൊക്കത്തുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇൻസുലിൻ എടുക്കേണ്ടിയുണ്ട്. രാവിലെ ഞാൻ 6:45 കഴിച്ചെങ്കിലേ ഇൻസുലിൻ എടുത്തിട്ട് പിന്നെ 7 മണിക്ക് എനിക്ക് ബസ്സിന് പോകാനൊക്കത്തുള്ളൂ. തിരിച്ച് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ മണി 7:30 ആയിപ്പോവും. പിന്നെ 7:30 പിന്നെ കുളിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കുമ്പോൾ 8-8:30 ആയിപ്പോവും. ഈ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഷുഗർ നല്ലോണം കൺട്രോളായി, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, വയറും കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല വയറുണ്ടായിരുന്നു, വയറും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് സാർ കാണുന്നത്? അത് ഒരു മരുന്നാണോ, എന്താണ് സാർ എന്ന് പറഞ്ഞ ഇൻസുലിൻ എന്ന്? ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൂടുമ്പോൾ ഞാൻ എന്റേതായ രീതി ഞാൻ ഇൻസുലിന്റെ ഡോസ് കൂട്ടുമായിരുന്നു. കൂട്ടിയിട്ട് ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ ഷുഗർ കൺട്രോൾ ആകത്തക്ക രീതിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഈ പ്രാവശ്യം ഇത് കഴിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി ഇത്രയും ആവശ്യമില്ല. കാരണം എനിക്ക് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി. ഈ വെജിറ്റബിൾ കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി. അതുകൊണ്ട് ഞാൻ തന്നെ ഇൻസുലിൻ കുറച്ചു. പക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞിരുന്നത് രാത്രി 25 രാവിലെ 30 എടുക്കാനാ പറഞ്ഞത്. ഇപ്പൊ അത് രാത്രി 25 എടുത്താൽ ഫാസ്റ്റിംഗ് എനിക്ക് 70 ആയി പോവാ ഈ വെജിറ്റബിൾ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. അത് ഞാൻ തന്നെ കുറച്ച് ഇപ്പൊ 10 ആക്കുമ്പോൾ എനിക്ക് വെരി കംഫർട്ടബിൾ. എനിക്കിപ്പം ജോലിക്ക് ചെയ്യുന്നതിനല്ല എനർജി കുറവ് അങ്ങനൊന്നും ഇല്ല. ഒറ്റയടിക്ക് ഈ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ഒരു കുഴപ്പമില്ല. ഇൻസുലിൻ എന്ന് പറയുന്നത് വെറും അതൊരു മരുന്നല്ല. ഞാൻ അതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ, നമ്മുടെ രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ രക്തത്തിൽ നിന്നും മാറ്റിവെക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് എന്ത് ഇൻസുലിൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് രക്തത്തിലോട്ട് ഷുഗർ വരുന്നില്ലെങ്കിൽ ഇൻസുലിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇൻസുലിന്റെ ആവശ്യമില്ല. ഇല്ല, ആവശ്യമല്ല. അപ്പോ ഇത് മാത്രമാണ് ഇൻസുലിൻ ചെയ്യുന്നുള്ളൂ. ഇൻസുലിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതൊരു മെഡിസിൻ ആണ്, ഇത് നമ്മുടെ ശരീരത്തിന് എന്തായാലും വേണ്ട ഒരു കാര്യം. ഇപ്പോ ബൈ ഡീഫോൾട്ട് ഷുഗർ രോഗികൾ എപ്പോഴും അവരുടെ ഒരു കോൺസെൻട്രേഷൻ പോകുന്നത് എന്തിനാണെന്ന്, എന്റെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇൻസുലിനെ ഉണ്ടാക്കിയെടുക്കണം, അതാണ് എന്റെ എയിം എന്നല്ലേ? കറക്റ്റ് അല്ലേ? അതെ 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 അതെ, മൊത്തത്തിലുള്ള എയിം. അതെ അതെ. അപ്പോ എന്തിനാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്? അത് നിങ്ങളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറഞ്ഞ് അതിന്റെ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ സാർ വിചാരിക്കുന്നത് ഇൻസുലിൻ എനിക്ക് ഉണ്ടാക്കണം. ഇൻസുലിൻ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഷുഗർ കഴിക്കാതിരുന്നാ പോരെ? ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അത് കഴിക്കാറില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്താൽ ശരീരത്തിന് വല്ല ഫലം ഉണ്ടോ? ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അത് സാർ പറയും. കാരണം സാർ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡയറ്റ് എടുക്കുന്നുണ്ട് ഇല്ലേ? അതെ. പക്ഷെ അതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെന്നോട് അടുത്തെന്താ പറയാന്ന് അറിയോ? അയ്യോ, അപ്പൊ എനിക്ക് എനർജി ഉണ്ടാവില്ലേ എന്നാണ് പറയാം.
എനിക്ക് ഇപ്പോ അനങ്ങാനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള എനർജി ഉണ്ടാകില്ല എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അതെ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ശരീരം എന്ന് പറയുന്നത് എനർജി ഉണ്ടാക്കാൻ എന്തിൽ നിന്നും എനർജി ഉണ്ടാക്കും. ഫാറ്റിൽ നിന്നാണെങ്കിലും ശരി, പ്രോട്ടീനിൽ നിന്നാണെങ്കിലും ശരി, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണെങ്കിലും ശരി, എനർജി ഉണ്ടാക്കാൻ ഷുഗർ തന്നെ വേണം എന്നില്ല. അതൊരു തെറ്റായ ധാരണയാണ്. ഓക്കെ. നമ്മൾ മറ്റു രണ്ട് കഴിച്ചാലും ഷുഗർ. അപ്പോൾ ഷുഗറിൽ നിന്നും ഉണ്ടാക്കേണ്ടെങ്കിൽ, കാരണം ഷുഗറിൽ നിന്നും എനർജി ഉണ്ടാക്കണമെങ്കിൽ മാത്രമാണ് ആവശ്യമുള്ളൂ? ഇൻസുലിൻ ആവശ്യമുള്ളൂ. ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും എനർജി ഉണ്ടാക്കാൻ ആരുടെ ആവശ്യമല്ല? ഇൻസുലിൻ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിന് വേണോ വേണ്ടേ? വേണ്ട. അങ്ങനെയാണെങ്കിൽ വേണ്ട. അത്രേ ഉള്ളൂ. എപ്പോഴും ഡയബറ്റീസ് ഉള്ളവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാവണം. ഇൻസുലിന്റെ പിന്നാലെയാണ് പോകുന്നത്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇൻസുലിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ്? എനിക്ക് എനർജി ഉണ്ടാകണം എന്നുള്ളത് ഓർത്തിട്ടാണ്. എനർജി കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, ഇവിടെ വേറൊരു വഴി എടുക്കുന്നുണ്ട്, ഇവിടെ മറ്റൊരു വഴി എടുക്കുന്നുണ്ട്. അതിലൂട്ട് പോയാൽ പോരെ? അതെ 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 അതെ. അതുകൊണ്ട് സർ ഇപ്പോ ഇൻസുലിൻ നിർത്തിയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. അത് ധൈര്യമായിട്ട് നിർത്തിയാലും. കാരണം സർ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇൻസുലിൻ എടുക്കാനുള്ളത് കാരണം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ഒരു സമയത്തിന് ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. അതെ അതെ. ഇഫ് യു ആർ ഗിവിംഗ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഇൻസുലിൻ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ജീവിതത്തിന് തന്നെ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് സാർ കാണുന്നത്. പക്ഷെ അങ്ങനെ വേണ്ട അല്ലേ, കൊടുക്കേണ്ട ആവശ്യമല്ല. ഓക്കെ. അപ്പൊ സാർ ഇത്രയും കാലം ഇത് എടുത്തത് കാരണം, സാറിന്റെ ശരീരത്തിൽ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തത് കാരണം സാറിന് അത് നന്നായി മനസ്സിലായിട്ടുണ്ടാവണം എന്നാണ് ഒരു ധാരണ അല്ലേ? അതെ. അപ്പോ ഇനിയുള്ള കാലം, ഇനി സാർ ഇൻസുലിൻ നിർത്തിയാൽ കൂടെ സാറിന് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മെറ്റ്ഫോർമിന് കഴിക്കാം. എന്തിനാണ് അത് ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഷുഗർ ലെവൽ കുറഞ്ഞതിന് ശേഷം മെറ്റ്ഫോർമിൻ ഞാൻ നിർത്തി. അതൊരു 5 ദിവസമായിട്ട് ഞാൻ മെറ്റ്ഫോർമിൻ നിർത്തി. അതിൻ്റെ കൂടെ വേറൊരു ടാബ്ലറ്റ് കൂടെ ഉണ്ടായിരുന്നു, അതും നിർത്തി. ഇപ്പൊ അത് നിർത്തിയിട്ട് തന്നെ എനിക്ക് ഫാസ്റ്റിംഗില് ബിലോ 100 ആണ്. അതാണ്. അപ്പൊ സാർ എന്ത് ചെയ്താൽ മതി, ഇനി ഇൻസുലിൻ പൂർണ്ണമായിട്ടും നിർത്താം, ധൈര്യമായിട്ട് നിർത്തിക്കോ. ഓക്കെ. അതിന്റെ ഒപ്പം മെറ്റ്ഫോർമിന് മാത്രം ഒരു ദിവസം 1 വെച്ച് കഴിക്കാം 2 ആഴ്ചത്തേക്ക്. ഓക്കെ. ഒരു നേരം മാത്രം അല്ലേ, രാവിലെ മാത്രം. അതെന്തിനാണെന്ന് വെച്ചാൽ സാർ ഇനിയും ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ. അതെ. സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് തിരിച്ച് ശരീരം ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ഷുഗറിൽ നിന്ന് വന്ന ഫാറ്റ് ആണ്, അതിനെ ശരീരം പിന്നെയും ഷുഗറായി കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൽ നിന്നും എനർജി ആക്കിയിട്ട് കളയും. ഓക്കെ. അപ്പൊ ആ സമയത്ത് ശരീരം ഫാസ്റ്റിംഗ്, സാർ ഇനി അത് ഇൻസുലിൻ നിർത്തി കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ടൈമിൽ ഷുഗർ കുറച്ച് ഹൈ ആയിരിക്കും, ബ്ലഡ് ഷുഗർ കുറച്ച് ഹൈ ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് സാറിന്റെ ബ്ലഡ് വെസൽസിനെയും മറ്റുള്ള ഓർഗൻസിനെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റ്ഫോർമിൻ. ഒരു ലിമിറ്റഡ് അമൗണ്ടിൽ എത്തും. ലിമിറ്റഡ് അമൗണ്ടിൽ എത്തി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തിന് ശേഷം നിർത്തിക്കും. ഓക്കെ ഫൈൻ. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഞാൻ ദിവസം 3 ലിറ്റർ വെള്ളം വെച്ച് കുടിച്ചോണ്ടിരുന്നു. രാവിലെ ഒരു 8 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ ഒരു ലിറ്റർ, പിന്നെ 1 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 1 ലിറ്റർ, പിന്നെ 6 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഒരു ലിറ്റർ, അങ്ങനെ കുടിച്ചോണ്ടിരുന്ന 3 ലിറ്റർ. ഇപ്പൊ ഇത് ഡയറ്റ് തുടങ്ങിയതിന് ശേഷം രാത്രിയിൽ കുടിക്കേണ്ട, ഫാസ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നത് ഒത്തിരി കുറച്ചു. പക്ഷെ എന്നാലും ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇച്ചിരി തൊണ്ട ഉണങ്ങുന്ന മാതിരി ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു പോകും. അങ്ങനെ ഒരു അതുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? വെള്ളത്തിന് വേണ്ടിയിട്ടല്ല, ഇലക്ട്രോലൈറ്റ്സ് വേണം, അതേപോലെ മിനറൽസും വേണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് സാർ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ സാറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഞാൻ അയച്ചു തരാം, വാട്സാപ്പിൽ അയച്ചു തരാം. സാർ അത് തൊട്ടടുത്തുള്ള ഫാർമസിയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാറ്റാവുന്നതാണ്. ഞാനത് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ക്ലാസ് നടത്തുന്ന പുള്ളിക്കാരത്തി പറഞ്ഞു, ഇൻസുലിനും മറ്റു മരുന്നുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല, വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 1 ലിറ്റർ കുടിക്കത്തില്ല. മിക്കവാറും ഒരു 2 മണി, വെളുപ്പിന് 2 മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് ഇച്ചിരി ദാഹം വരുന്നു. ദാഹമല്ല, തൊണ്ട അങ്ങ് ഡ്രൈ ആവും. ചിലപ്പോ അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കാം ആ സമയമാകുമ്പോ അങ്ങനെ കുടിക്കാൻ ഒരു ടെൻഡൻസി വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ 1 ലിറ്റർ കുടിക്കത്തില്ല, അതിന് പകരം 2-3 കവിള് മാത്രം കുടിക്കും.
അപ്പൊ സാർ എന്തായാലും പിന്നെ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അയച്ചു തരാം കേട്ടോ. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ 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 ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ തുടർന്നോളൂ. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. HbA1c ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അത് 5-ലും കുറയണം. 5-നും താഴെ പോണം അല്ലേ? ഞാൻ ഈ ഇത് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചില അബ്നോർമൽ ആയിരുന്നു. അത്രയും ഇൻസുലിൻ എടുത്തിട്ടും. അപ്പൊ ഞാൻ ഡയറ്റ് ഇതുപോലെ ചെയ്യത്തില്ലായിരുന്നു. കാരണം ചപ്പാത്തി, ഗോതമ്പ് കൊണ്ടുള്ള ദോശ, ചോറൊക്കെ കഴിച്ചോണ്ടിരുന്നേ. അത് വലിയ രീതിയിലുള്ള കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്ക് തീർച്ചയായിട്ടും ഇനി ഒന്നുകൂടി നോക്കണം അത്. ഞാൻ നോക്കിയിട്ട് അത് അഡ്വൈസ് ചെയ്യാത്തത്.